ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡ് 2025-26 അധ്യയന വർഷത്തെ ഹിന്ദി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കൂട്ടുകാരെ നാം എഴുതണമല്ലേ. നാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, നിങ്ങളുടെ പേര് എഴുതുക. ദെൻ കക്ഷ, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണെന്നാണല്ലേ എഴുതേണ്ടത്. നിങ്ങൾ എത്രയാണ്? പാഞ്ച്വിക് 5ാം ക്ലാസ്സിലാണല്ലേ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ കൂട്ടുകാരെ. നമുക്ക് ഒന്നാമത്തെ നോക്കൂ. സൂചന धूप आ गई कविता का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററായ ധൂപ് ആ ഗയി എന്ന കവിതയുടെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. പങ്ക്തിയാം സഹി രൂപ് സെ ലിഖേം, വരികൾ ശരിയായ രൂപത്തിൽ എഴുതാനാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ. ആ ഗയി സുബഹ് സുബഹിക്ക് ധൂപ്. ദെൻ പ്യാരി മഹിക്ക് കലിയ, മഹിക്ക് കലിയ ക്യാരി ക്യാരി, കലിയ മഹിക്ക് ഇത്തിന സാരി അല്ലേ. അപ്പൊ ധൂപ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പൊ അവിടെ ധൂപ് ആകെ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ തെറ്റിച്ച് എഴുതിയിട്ടുള്ളത്. അല്ലാതെ ക്രമപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. അപ്പൊ ഫസ്റ്റ് നോക്കൂ. ധൂപ് ആകെ സുബഹ് സുബഹിക്ക്. അപ്പൊ ആദ്യം ധൂപ് വരും. ആദ്യം ധൂപ്, പിന്നെ ഏതാണ്? ധൂപ് ആകെ സുബഹ് സുബഹിക്ക് എന്നല്ലേ. അപ്പൊ രണ്ടാമത് ഇത് വരും, മൂന്നാമത് ഇതല്ലേ. അപ്പൊ ധൂപ് ആകെ ദെൻ സുബഹ് സുബഹിക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻസ് എങ്ങനെയായിരിക്കും? നെക്സ്റ്റ് ലൈൻ പ്യാരി പ്യാരി മഹിക്ക് കലിയ. അപ്പൊ ഇതിൽ ആദ്യം ഏതാണ് വരുന്നത്? യെസ്, നമുക്കറിയാം എന്താണ്. കലിയാം, ഒന്ന് കലിയാം, പ്യാരി പ്യാരി മഹിക്ക് മഹിക്ക് അല്ലെ. മഹിക്ക് ക്യാരി, കലിയാം പ്യാരി പ്യാരി മഹിക്ക്. അപ്പൊ ഇതാണ് മൂന്നാമത് വരുന്നത്. ദെൻ മഹിക്ക് കലിയാം ക്യാരി ക്യാരി. അപ്പൊ ഇതെങ്ങനെയാണ് ഈ വരികൾ? യെസ്, കലിയാം ക്യാരി ക്യാരി മഹിക്കീം. ദെൻ കലിയാം മഹിക്കീം ഇത്തിനി സാരി എന്നുള്ളത് കലിയാം ഇത്തിനി സാരി മഹിക്കീം. അപ്പൊ വരികൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതവിടെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓരോ വരികളാക്കി ഇതുപോലെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്യാ മഹക് രഹി ഹെ, എന്താണ് സുഗന്ധം പരത്തുന്നത്? കലിയാം ധൂപ് ചിടിയാം സൂരജ്. ഏതാണ് റൈറ്റ് ആൻസർ? അതെ, കലിയാമാണല്ലേ. പൂമുട്ടുകളാണല്ലേ സുഗന്ധം പരത്തുന്നത്. ആൻസർ എന്താണ്? കലിയാം എന്ന്. അപ്പൊ കലിയാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് എടുത്ത് എഴുതുക. ഇവിടേക്ക് കലിയാം എന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഥവാ ബി ക്വസ്റ്റ്യൻ ആണ്. സൂചന ചിടിയാ കാ ഘർ കവിത കാ യഹ് അംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखें. ഇവിടെയും എന്ത് തന്നെയാണ്? ചിടിയാ കാ ഘർ എന്ന കവിതയിലെ വരികൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്രമപ്പെടുത്തി ശരിയായ രീതിയിൽ എഴുതുക. ശരിയായ രീതിയിൽ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് വരികൾ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കൂ. ചോഞ്ച്മേ തിനിക്ക ചിടിയ ലിയെ. അപ്പൊ ഈ കവിതയിലെ ഫസ്റ്റ് ലൈൻ ഏതാണ്? ചിടിയ ലിയെ. ഫസ്റ്റ് ഏതാ വരുന്നത്? ചിടിയ ലിയെ. ചിടിയാ ലിയെ ചോഞ്ചുമേ തീനിക്ക, അങ്ങനെയല്ലേ. നെക്സ്റ്റ് ലൈൻ എന്തായിരുന്നു? ചലി ബനാനെ ഗർ അല്ലേ. ദെൻ തേർഡ് കോൺ രഹേഗ കോൺ രഹേഗ. അപ്പൊ കോൺ രഹേഗ കോൺ രഹേഗ. ദെൻ ഗർ കോ ഉസ് അന്തർ എന്നുള്ളത് എങ്ങനെയാണ് വരേണ്ടത്? യെസ്, ഉസ് ഗർ കെ അന്തർ, ഉസ് ഗർ കെ अंदर. देन होंगे चिड़िया के 2 बच्चे ले. चिड़िया को 2 बच्चे होंगे. चिड़िया के ചിടിയാ കെ 2 ബച്ചെ ഹോങ്കെ. ഇങ്ങനെയല്ലേ വരേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വരികൾ ഇതുപോലെ ഇവിടേക്ക് താഴേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, देन चोंच में किसने तिनका लिया है. चोंच में किसने तिनका लिया है. ആരാണ് കൂട്ടുകാരെ? അതെ, ചിടിയയാണല്ലേ. ആൻസർ എന്താണ്? ചിടിയ. ഓക്കെ, ദെൻ സൂചന ചിത്ര ദേക്കോ നിർദ്ദേശ് കെ അനുസാർ രംഗ് ഭരേ. നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം നൽകണം അല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാ? കാല. കാല എന്ന് പറഞ്ഞാൽ ഏതാണ് കളർ കൂട്ടുകാരെ? കറുപ്പല്ലേ. അപ്പോൾ ഒന്നിന് എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? കറുപ്പ് കളർ കൊടുക്കുക. ഓക്കെ, ഒന്നിനിവിടെ കറുപ്പ് കളർ കൊടുക്കുക. ദെൻ 2 ഹരായാണല്ലേ. പച്ച നിറമാണ് നൽകേണ്ടത്. രണ്ടിനെന്താണ് നിറം നൽകേണ്ടത്? പച്ച നിറം നൽകുക. ഓക്കെ, അപ്പോൾ ഇവിടെ പച്ച കളർ കൊടുക്കുക. ദെൻ ലാലാണല്ലേ. തേർഡ് വൺ ഏതാണ്? ലാൽ, ചുവപ്പല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? ചുവപ്പ് നിറം നൽകുക അല്ലേ. 3 ചുവപ്പ് നിറമാണ് നൽകേണ്ടത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 3 എഴുതിയുള്ളിടത്ത് ചുവപ്പ് നിറം കൊടുക്കുക.
ഓക്കെ, ഇത് 4 നീലയാണ് അല്ലേ. അപ്പം 4 എന്ത് ചെയ്യുക, നിങ്ങൾ നീല നിറവും നൽകുക. അങ്ങനെ എന്ത് ചെയ്യുക, ഈ ചിത്രം മനോഹരമാക്കുക. ഓക്കെ, ബട്ടർഫ്ലൈയുടെ ചിത്രം എന്താണ്, നിറം നൽകി മനോഹരമാക്കുക. അപ്പം കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, ഹര പച്ച, ലാൽ ചുവപ്പ്, നീല നീല. ഓക്കെ, ദെൻ യഹ് കിസ്കാ ചിത്രഹേ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, യഹ് കിസ്കാ ചിത്രഹേ, ഇത് ആരുടെ ചിത്രമാണ്, ആരുടേതാണ് കൂട്ടുകാരി, തിത്തലിയാണ് അല്ലേ. പൂമ്പാറ്റയുടെ ബട്ടർഫ്ലൈയുടെ പിക്ചറിൽ നൽകിയിട്ടുള്ളത്. ആൻസർ എന്താണ്, തിത്തലി. ദെൻ സൂചന ചിത്ര പഹിജാനേം ഓർ നാം ചുനിക്കർ ലിഗേം, ചിത്രം മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നിൻ്റെയും പേര് താഴെ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, എന്താണ്, ചിടിയയുടെ ചിത്രമാണല്ലേ നൽകിയിട്ടുള്ളത്. എന്താണ്, ചിടിയ. ദെൻ നെക്സ്റ്റ് പിക്ചർ എന്താണ്, കലിയാണല്ലേ. പൂമൊട്ടാണ് നൽകിയിട്ടുള്ളത്. എന്താണ്, കലി. ഓക്കെ, ഇതെന്താരാണ്, പില്ലയാണല്ലേ, നായക്കുട്ടി പില്ല. ദെൻ പുസ്തകിൻ്റെ, അതായത് ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്, കിതാബ്. പുസ്തകത്തിന് എന്താണ് ഹിന്ദി പറയുന്നത്, കിതാബ്. ദെൻ ഈച്ചയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഈച്ചയ്ക്ക് എന്താണ്, മക്കി. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും പേര് ഇവിടേക്ക് എടുത്ത് എഴുതുക. ദെൻ ഓർ ക്വസ്റ്റ്യൻ എന്താ നൽകിയിട്ടുള്ളത്, സൂചന ചിത്ര പഹിജാനേം ഓർ നാം ചുനിക്കർ ലിഖിം, ഇവിടെയും എന്ത് തന്നെയാണ്, ചിത്രം മനസ്സിലാക്കി പേരെഴുതാനാണല്ലേ. ഓക്കെ, ഇവിടെ നോക്കൂ, പേട്. ദെൻ ഗർ അല്ലേ, ഗർ എന്താണ്, ഫൂലാണല്ലേ. ദെൻ പെൺകുട്ടി, ലെഡിക്കി. ദെൻ മച്ചലി, മീനല്ലേ. എളുപ്പമല്ലേ. ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്ത് ഇവിടേക്ക് എടുത്ത് എഴുതുകയാണ് നൽകേണ്ടത്. ഇവിടെ എന്ത് എഴുതണം, ഗർ എന്ന് എഴുതുക. ദെൻ ഇവിടെ എന്താണ്, ഫൂല്. ദെൻ പേട് എന്നിവിടെ എഴുതുക. ദെൻ മച്ചലി എന്നിവിടെ എഴുതുക. ദെൻ ലടുക്കി അല്ലേ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചന ചിത്ര ദേക്കുകയും ഓർ ഉത്തർ ലിഖിയും, ചിത്രം നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ടോമിക്കോ ക്യാ ഗാന പസന്ത് ഹേ, ടോമിക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം കൂട്ടുകാരെ, അതെ ബിസ്കൂട്ടാണല്ലേ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്, ബിസ്കൂട്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആണ് ബിസ്കൂട്ട്. ദെൻ ടോമി കിസ്കെ നീച്ചെ സോത്താത, ടോമി എന്തിന് താഴെയാണ് കിടക്കുന്നത്, യെസ് പങ്കോങ്കെ. രണ്ടാമത്തെ ആൻസർ എന്താണ്, പങ്കോങ്കെ നീച്ചെ അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്, പങ്കോങ്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോമി കിസ്കെ സാത്ത് ഖേൽത്താ, ടോമി ആരോടൊപ്പമാണ് കളിച്ചിരുന്നത്, യെസ് നീതു കെ സാത്ത് ആണ് അല്ലേ. ആരുടെ ഒപ്പമാണ്, നീതു കെ സാത്ത്. അപ്പോൾ മൂന്നാമത്തെ നീതു കെ സാത്ത്. ഓക്കെ, ദെൻ ടോമി ക്യാ പസന്ത് പഠിത്താത, ടോമി ക്യാ എന്താണോ വായിച്ചിരുന്നത്, എന്താണ്, കിതാബാണല്ലേ. എന്താണ്, കിതാബ്. അപ്പം നാലാമതേതാണ്, കിതാബ്. നീതുക്കോ ടോമി കബ് മില, നീതുവിനെ ടോമിക്ക് എപ്പോഴാണ് കിട്ടിയത്, രാത്രിയിലാണല്ലേ. അപ്പം ലാസ്റ്റ് ആൻസർ എന്താണ്, രാത്തുക്കോ. ഓക്കെ, രാത്തുക്കോ. ദെൻ സൂചന ചിത്രയ്ക്ക് അനുസാർ വാക്യയിലേക്ക് ലഡിക്ക്, ലഡിക്ക് ഇവിടെ എന്താ ചെയ്യുന്നത് കൂട്ടുകാരെ, ലഡിക്ക് എന്താ ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുകയാണല്ലോ. അപ്പം നമുക്ക് എന്ത് എഴുതാം, ലഡിക്ക് ഗാത്തി ഹേ. നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ലഡിക്ക് ഗാത്തി ഹേ. എന്നാൽ ഈ പെൺകുട്ടി എന്ത് ചെയ്യാണ്, കളിക്കുകയാണല്ലേ. അപ്പം അവിടെ എന്തായിരിക്കും, ലഡിക്ക് ഗേൽത്തി ഹേ. ലഡിക്ക് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ലഡിക്ക് എന്ന് എഴുതുക. തന്നെ എഴുതുക, ലഡിക്ക് ഗേൽത്തി ഹേ. ദെൻ ഇവിടെ ഒരു പെൺകുട്ടി തന്നെയാണ്. അപ്പം ലഡിക്ക് എന്താ ചെയ്യുന്നത്, ലഡിക്ക് ദൗഡ്ത്തി ഹേ. അപ്പം എന്ത് ചെയ്യുക, ലഡിക്ക് ദൗഡ്ത്തി ഹേ. ദെൻ നെക്സ്റ്റ് പിക്ചർ നോക്കൂ, ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നതാണല്ലേ. അപ്പം എന്തായിരിക്കും, ലഡിക്ക് ബൈഡ്ത്തി ഹേ. ദെൻ നെക്സ്റ്റ് ഉറങ്ങുന്നൊരു പിക്ചറാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പം ഇവിടെ എന്താ വരുന്നത്, ലഡിക്ക് സോത്തി ഹേ. ലഡിക്ക് എന്ന് എഴുതുക. ദെൻ സോത്തി, ലഡിക്ക് എന്നിവിടെ മുകളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എഴുതാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് നോക്കി എഴുതുക. ദെൻ ലഡിക്ക് സോത്തി ഹേ. ദെൻ സൂചന പില്ല കവിത ക പങ്ക്തിയ ക്രമസേലിക്കും. അപ്പോൾ പില്ല എന്ന കവിതയുടെ വരികളാണ് ഇവിടെ ക്രമത്തിൽ, അതായത് ജമ്പിൾഡ് ഓർഡറായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ക്രമപ്പെടുത്തി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കവിത നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, നീതുക്ക പില്ല. നെക്സ്റ്റ് ഏതാണ് വരുന്നത്,
के नीदू का पिल्ला एक നെക്സ്റ്റ് ഏതാ കൂട്ടുകാരെ വദന്നെ ഉസ്കെ രൂപ് ഉനിക്കെ രണ്ടാമത് ഏതാ വരുന്നത് അപ്പം ഇതാണല്ലേ വരുന്നത് 2 ദെൻ മൂന്നാമതോ ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച് 3 അല്ലേ ദെൻ നാലാമത് മക്കി സേവഹിൽ എടുത്താത അഞ്ചാമത് ഏതാ വരിക ഗഡേ ഗഡേ ഗിർ പടുത്താത നീതുദാക്ക പില്ല ഏകല്ലേ 4 ദെൻ ഭൂരി दादी काली मुंज नीदू का दा पिल्ला एक गडे गडे गिर पड़ता दा छोटी യെസ് അഞ്ചാമത് ഏതാണ് ഗഡേ ഗഡേ ഗിർ പടുത്താതാ ദെൻ ഭൂരി ദാദി കാലി മൂഞ്ച് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ക്രമപ്പെടുത്തി എഴുതുക ഓക്കെ ദെൻ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ